ഹലോ നമസ്കാരം, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കാർഡാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. A4 വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ A4 എടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് നടുമടക്കാം. കറക്റ്റ് സെൻറ്ററിൽ വേണം മടക്കാനായിട്ട്. നമുക്കെല്ലാവർക്കും ഉണ്ടാവുമല്ലേ ഒരു ടോം ആൻഡ് ജെറി ഫ്രണ്ട്ഷിപ്പ്, എപ്പോഴും അടി ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കാർഡാണ് ഇത്. A4 മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു വലിയൊരു സർക്കിൾ വരയ്ക്കുകയാണ്. കുറച്ച് ലൈറ്റായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്, കാരണം നമ്മളിത് ലാസ്റ്റ് മായ്ക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് വരയ്ക്കുന്നത്. ടോം ആൻഡ് ജെറി തീമിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനാണ് ആദ്യം സർക്കിൾ വരച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ സർക്കിളിൻ്റെ ഒരു പോർഷൻ കുറച്ച് കട്ടിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സിംഗിൾ പിക്ചറിൽ തന്നെ ഒരു സൈഡിൽ ടോമിനെയും മറ്റേ സൈഡിൽ ജെറിനെയും വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഹാഫ് ആയിട്ടാണ് കാണുക. ലെഫ്റ്റ് സൈഡിൽ ടോമും റൈറ്റ് സൈഡിൽ ജെറിയുമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ടോമിൻ്റെ ചെവിയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്, റൈറ്റ് സൈഡിൽ ജെറിയുടെ ചെവിയും. അപ്പോൾ രണ്ടിനും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന പോലെ തന്നെ വരച്ചാൽ മതി. ഫസ്റ്റ് ചെവിയുടെ ടോപ്പിൽ നിന്ന് ആ സർക്കിളിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് അവിടെ നിന്ന് വളച്ചിട്ട് സർക്കിളിൻ്റെ പുറത്തേക്ക് വേണം കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം. സർക്കിൾ ഇപ്പോഴും അകത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പുറത്തു കൂടി വരയ്ക്കാനായിട്ട്. ഇനി ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ചെവിയിൽ നിന്നും തുടങ്ങാം. ഇവിടെ കവിളിൻ്റെ ഭാഗത്ത് കുറച്ച് ഷാർപ്പായിട്ടാണ് വരച്ചിട്ടുള്ളത്. മറ്റേ സൈഡിൽ നമ്മൾ വളച്ചിട്ട് തന്നെയായിരുന്നു വരച്ചത്, പക്ഷേ ഇവിടെ കുറച്ച് ഷാർപ്പായിട്ടാണ് വരച്ചത്. ഇപ്പോൾ ഇതാ മിഡിൽ പോർഷനിലേക്ക് വന്നപ്പം സർക്കിളിൻ്റെ പുറത്തായിട്ടാണ് രണ്ടും കാണുന്നത്. നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനായിട്ട് സെൻറ്ററിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം, ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട്. ആ ലൈനിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഇതേപോലൊരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ രണ്ട് സൈഡിലേക്കും നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബോ കൂടി വരച്ചു കൊടുക്കാം. മുകളിൽ തലയുടെ ഭാഗത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടിനും കൂടി കോമൺ ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി പുരികം. ടോമിന് കുറച്ച് കട്ടിയുള്ള പുരികമാണ്, ജെറിക്ക് കുറച്ച് തിന്നായിട്ടുള്ളതും. കണ്ണ് രണ്ടുപേർക്കും സെയിം ആണ്, വലിയ കണ്ണാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി മൂക്കിൻ്റെയും വായയുടെയും ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 3 എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴ്ത്തിയിട്ട് ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്ത് കൊടുക്കാം. മൂക്ക് വരയ്ക്കുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും മീശ. അപ്പം അങ്ങനെ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ ടോമിൻ്റെ ഹാഫും ഒരു സൈഡിൽ ജെറിയുടെ ഹാഫും. ഇനി ഇത് വരച്ചതിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു കാർഡ് ആക്കണമെങ്കിൽ മുകൾ ഭാഗം കട്ട് ചെയ്യാൻ പാടില്ല. പകരം അവിടെ നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം. ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് തുറന്നിട്ട് അതിൻ്റെ അകത്ത് വേണം നമ്മൾ ഗമ്മ് തേക്കാനായിട്ട്. ഇനി ഒട്ടിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഇതാ നമുക്ക് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഈ അകത്തുള്ള സൈഡിൽ നമുക്ക് കുറച്ച് കോഡ്സ് ഒക്കെ എഴുതി കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഈ ഫ്രണ്ടിൽ വരച്ചിട്ടുള്ളതിനെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാൻ ക്രയോൺസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജെറിയുടെ സൈഡിൽ ബ്രൗൺ ആണ് കൊടുക്കുന്നത്. ജെറിയുടെ ചെവിയുടെ സൈഡിൽ ഒരു സ്കിൻ കളറാണ് കൊടുക്കുന്നത്. സ്കിൻ കളറും പിന്നെ ഒരു യെല്ലോ കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. ടോമിൻ്റെ സൈഡിൽ ബ്ലൂ കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഔട്ട്ലൈൻ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്രണ്ട് പേജിൽ ഫുൾ വർക്കും കഴിഞ്ഞു. ഇനി അകത്തുള്ള പേജ് നോക്കാം. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് എഴുതുവാണ്. ഇതിന് ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. എഴുതിയതിന് ഞാൻ ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. താഴെ എഴുതുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ ഹാർഡ് ടു ഫൈൻഡ് ബിക്കോസ് ദ വെരി ബെസ്റ്റ് വൺ ഈസ് ഓൾറെഡി മൈൻ. ഇതിൻ്റെ സെൻറ്ററിൽ ഹാർട്ടും ആരോയും ഒക്കെ വരച്ചു കൊടുക്കാം. ഈ പേജും കംപ്ലീറ്റ് ആയി. കൂടുതൽ ഡെക്കറേഷൻസ് ആവശ്യമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കും ഇതുപോലൊരു ടോം ആൻഡ് ജെറി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് ഈ ഒരു കാർഡ് ഉറപ്പായും ഗിഫ്റ്റ് ചെയ്യണം. ഈ ഒരു ടൈമിൽ നേരിട്ട് കാർഡ് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് അയച്ചു കൊടുത്താലും മതി. എല്ലാവർക്കും ഈ ഒരു ക്യൂട്ട് ടോം ആൻഡ് ജെറി കാർഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.